ഹലോ എവ്രി വൺ. ഗുഡ് മോർണിംഗ് പറയണോ ഗുഡ് നൈറ്റ് പറയണോ എന്നറിയില്ല. നമ്മളിപ്പോഴാണ് നമ്മുടെ ലൈവ് എൻഡ് ചെയ്തത്. 6 മണിക്കൂർ 40 മിനിറ്റ് കണ്ടിന്യൂസ് ലൈവായിരുന്നു. പക്ഷെ ഇപ്പോഴും ഓക്കെയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി. കാരണം SSLCയിലെ 6 ഗ്രാമർ ടോപ്പിക്കുകളാണ് നമുക്കുള്ളത്. നമ്മൾ കഴിഞ്ഞ 1 വർഷമായിട്ട് പഠിക്കുന്ന ടോപ്പിക്സാണ്. എന്നാലും എപ്പോഴും ഡൗട്ട്സ് ഉള്ള ടോപ്പിക്സാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ ടോപ്പിക്കും വളരെ ഡീറ്റെയിൽഡായിട്ട് വൃത്തിയായിട്ട് സമയമെടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ പരീക്ഷയ്ക്ക് ഇനിയും 6 ദിവസമുണ്ട് ഇംഗ്ലീഷ് എക്സാമിന്. നാളെയാണ് ഇംഗ്ലീഷിൻ്റെ എക്സാമെങ്കിൽ ഒരിക്കലും നമ്മളിങ്ങനൊരു വർക്ക് ചെയ്യില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അടുത്ത 6 ദിവസം നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ ഭാഗം മാത്രം എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു ലൈവ് നമ്മൾ ചെയ്തത്. അത് ലൈവ് തുടങ്ങുന്ന സമയത്ത് 6 മണിക്കൂർ പോകും, അല്ലെങ്കിൽ 6 മണിക്കൂർ 40 മിനിറ്റ് പോകും എന്നൊന്നും ആരും വിചാരിച്ചിട്ട് തുടങ്ങിയതല്ല. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും സമയം എടുക്കും അല്ലെങ്കിൽ എടുത്തത് എന്ന് മനസ്സിലായത്. പക്ഷേ അത് ഞാൻ ഭയങ്കര പ്രൗഡാണ്. നിങ്ങൾക്കത് ഈ വരുന്ന ദിവസങ്ങളിൽ നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ എനിക്കൊരു റെഫറൻസ് മെറ്റീരിയലായിട്ട് ആ വീഡിയോ ഉപയോഗിക്കാം. ദെൻ റിപ്പോർട്ടർ സ്പീച്ചൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് എടുത്തിട്ടുണ്ട്. അതായത് ചെറിയ മാർക്കിൻ്റെ ടോപ്പിക്കായിട്ടും അത്രയും സമയം എടുത്തത് അതൊരു ബുദ്ധിമുട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് നാളെ ലൈവ് കാണുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എന്ത് ചെയ്താൽ മതി, ചെയ്ത് പഠിച്ചാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലാതെ ചോദിക്കില്ല, പുറത്തുനിന്ന് ചോദിക്കില്ല, ഉറപ്പ് ഞാൻ തരാം. ഓക്കെ, അത്രയും പണി എടുത്തിട്ടുണ്ട് ആ സ്ലൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഇനി കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് കാണാം. ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിലുണ്ട്. ഗ്രാമറിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ ലൈവ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക, അടിപൊളിയായിട്ട് പഠിക്കാം. ഗ്രാമറിൽ മാത്രമല്ല, ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം. പറ്റുവാച്ചാൽ 80 സ്കോർ ചെയ്യണം, ഇല്ലെങ്കിൽ A+ മിനിമം സ്കോർ ചെയ്യണം. ഓക്കെയാണ്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു വരുത്. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ശരി, അപ്പം ഗുഡ് നൈറ്റ്, ഹാപ്പി ലേണിംഗ്.